ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാസ്ലിംഗ് ലോട്ടസ്. ഇന്ന് നമുക്ക് മഞ്ചാടി വെച്ചൊരു സൂത്രം ചെയ്യാം. ഈ കാണുന്ന ബ്യൂട്ടിഫുൾ നെക്ലസ്, ലെറ്റ്സ് മേക്ക് ദിസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള മെയിൻ സാധനമാണ് ഈ ഡ്രില്ലിങ് മെഷീന്. ഇത് എൻ്റെ ടീം ഹോളിൽ ഞാൻ ഓൾറെഡി കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രില്ലിങ് മെഷീൻ വാങ്ങിയത്. ഞാനിത് ആദ്യം ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ്, സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഡ്രില്ലിങ്. കാരണം മഞ്ചാടിയിൽ ഹോളില്ല, സോ നമുക്ക് ഇത് വെച്ച് അതിൽ ഹോൾ ഇട്ടാൽ മാത്രമേ നമുക്ക് മാല കോർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിതിനെ സെറ്റാക്കി എടുക്കുകയാണ്. എങ്ങനെ ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആദ്യത്തെ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ബട്ട് സംഭവം ഞാനത് ഫിഗർ ഔട്ട് ചെയ്ത് ഞാനത് സെറ്റ് ചെയ്ത് എടുത്ത്. അതാണിപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് തിങ്, ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് സം ജ്വല്ലറി മേക്കിംഗ് പ്ലയർ. ബിക്കോസ് നമ്മളൊരു മെറ്റൽ വയർമിലാണ് നമ്മളിത് കോർക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ പ്ലെയർ യൂസ് ചെയ്തിട്ട് മഞ്ചാടിമേ ഒരു ഡോട്ട് ഇംപ്രഷൻ ഉണ്ടാക്കുകയാണ്, സോ ദാറ്റ് ഡ്രില്ലിങ് ഇസ് ഈസി. അല്ലാതെ ആ സർഫസിൽ ഡ്രില്ല് ചെയ്യൽ ഇറ്റ് വാസ് റിയലി ഹാർഡ്. നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പറ്റാതായിട്ട് യൂട്യൂബിൽ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഐഡിയ പല ചാനൽസിൽ ക്രിയേറ്റേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയത്. അതായത് സൂചിയോ അതോ ഏതെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇംപ്രഷൻ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഡ്രില്ലർ വെച്ചിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കുക. ഞാൻ അതിലുള്ള ഏറ്റവും ചെറിയ നീഡിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് പൊക്കി പിടിച്ച് ചെയ്തത്. പക്ഷെ അത് ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പിന്നെ താഴെ വെച്ചിട്ട് കുറച്ചും കൂടി ശക്തിയായിട്ട് ആ ഡോട്ടിൽ ഡ്രില്ലർ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു ചെറിയ അനക്കം വന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഹെഡ് തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ അത് ഫിക്സ് ചെയ്തത് ശരിയല്ലായിരുന്നു തോന്നുന്നു. എനിവേസ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് അതിലെനിക്ക് ഒരു ഒരു മഞ്ചാടിക്കുരുവിൽ ഹോളിടാൻ പറ്റിയത്. പിന്നെ അത് ചെയ്ത് ചെയ്ത് മെല്ലെ മെല്ലെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഹാങ് കിട്ടിയതിന് ശേഷമാണ് ലൈക്ക് ഫാസ്റ്ററായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി ഫസ്റ്റത്തെ മഞ്ചാടിയിൽ ഞാൻ ഹോൾ ഇട്ടിരിക്കുകയാണ്. അത് ഒന്നാകെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവാണ് ഉണ്ടായത്. എനിവേസ് ഹോൾ ആയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി എനിക്ക്. കാരണം ഐ വാസ് തിങ്കിങ് ഇതിൽ ഹോൾ ഇടൽ ഇമ്പോസിബിൾ എന്ന പോലെയാണല്ലോ ആയി വരുന്നത് എന്നുണ്ടായിരുന്നു. ബട്ട് സക്സസ്ഫുള്ളി ഞാനൊരു ഹോള് ഇട്ടു ആദ്യത്തെ മഞ്ചാടിയിൽ. നൗ ബാക്കിയുള്ള എല്ലാത്തിലും കൂടി നമ്മൾ ഇതുപോലെ ഹോൾ ഇടണം, സോ ദാറ്റ് നമുക്ക് അത് മാലമണി പോലെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു മാലയാണ്. എനിക്കിതിൻ്റെ ഈ ഗോൾഡൻ ഡിസൈൻ ബീഡ് എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം ഞാൻ കരുതി റെഡ് പ്ലാസ്റ്റിക് ബീഡ്സ് മാറ്റിയിട്ട് അതിന് പകരം നമുക്ക് മഞ്ചാടി കുരുവിനെ കോർത്ത് കെട്ടാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് മഞ്ചാടിയാണോ ആവശ്യമുള്ളത് അതിലെല്ലാം നമ്മൾ ഹോൾസ് ഉണ്ടാക്കി എടുക്കണം, സോ ദാറ്റ് നമുക്കത് ആ ഡിസൈൻ ബീഡുമായിട്ട് സെയിം ഡിസൈൻ ഫോളോ ചെയ്തുകൊണ്ട് കോർത്തെടുത്ത് മാലയാക്കി മാറ്റാം. മീഷോയിൽ നിന്ന് വാങ്ങിയ ജ്വല്ലറി മേക്കിംഗ് കിറ്റാണ് ഞാനിതിൽ മൊത്തമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മെറ്റൽ വയറും ഞാൻ ഒരു കിറ്റായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ മാലനെ കട്ട് ചെയ്ത് റെഡ് ബീഡ്സ് സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ ഡിസൈൻ ബീഡ്സ് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ആ ബാക്ക് നമ്മുടെ ഈ നെക്ലസ് വയർ അത് സേവ് ചെയ്യണം. കാരണം നമ്മളതായിരിക്കും നമ്മുടെ മഞ്ചാടി നെക്ലസിൻ്റെ ബാക്ക് സൈഡിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഡിസൈൻ ബീഡ്സ് മഞ്ചാടിയുടെ കൂട്ടത്തിൽ വെക്കുകയാണ്, മറ്റ് പ്ലാസ്റ്റിക് ബീഡ് ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
മാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു അളവിലുള്ള മെറ്റൽ വയർ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഹോളാക്കി വെച്ചിട്ടുള്ള മഞ്ചാടിയും അതുപോലെ ആ ഡിസൈൻ ഗോൾഡൻ ലീഫും അത് രണ്ടും കൂടി ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഈ വയറിലോട്ട് കോർത്തിണക്കുകയാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി എങ്ങനെയാണെന്ന് അറിയില്ല, കോർക്കുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ദിസ് ഈസ് എ പാറ്റേൺ ഐ ഫോളോഡ്. 2 മഞ്ചാടി ഒരു ഗോൾഡൻ ലീഫ്, 2 മഞ്ചാടി ഒരു ഗോൾഡൻ ലീഫ് എന്ന രീതിയിൽ. കുറേ ക്ലിപ്പിങ്സ് ആക്ച്വലി മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഈ വയർ ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നതും മിസ്സായി പോയി. കാരണം ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഫൈനൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആ ബാക്ക് പോർഷൻ ഓഫ് ദ നെക്ലസ് ഞാൻ സ്റ്റോപ്പർ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഞാനത് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഈ ഗോൾഡൻ ബീഡ്സ് ഫില്ല് ചെയ്തു. സോ ദാറ്റ് അത് ആ ഗോൾഡൻ ലീഫ് ബീഡുമായിട്ട് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊരു ഗോൾഡൻ കളറിൽ കുഞ്ഞ് ഗ്ലാസ് ബീഡാണത്. അപ്പോൾ അതങ്ങനെ കോർത്തിണക്കിയിട്ട് ഞാൻ സ്റ്റോപ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് മറ്റേ നെക്ലസ് ത്രെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ബാക്ക് അതും കൂടി അറ്റാച്ച് ചെയ്തു. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. അത്യാവശ്യം ആകെ ഈ മഞ്ചാടിക്ക് ഹോളിടൽ മാത്രമേ ഒരു ഡിഫിക്കൽട്ടായ ജോബ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നെക്ലേസ് ലാസ്റ്റിൽ ഉള്ളത്. ഞാനിപ്പോൾ ഇനി ഇതൊന്ന് ഇട്ട് കാണിക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു കറുത്ത സാരിയുടെ കൂടെ പെയർ ചെയ്തപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.